ഇപ്പോൾ പനി വന്ന് കഴിയുമ്പോൾ സർവ്വസാധാരണമായി കണ്ടുവരുന്ന ഒരു രീതിയാണ് ബ്ലഡിലെ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറയുക എന്നത്. അതിന് ആദ്യം തന്നെ ഡോക്ടറെ കണ്ട് അവർ തരുന്ന മരുന്നുകളോടൊപ്പം തന്നെ ഈ ഫ്രൂട്ട്സും വെജിറ്റബിൾസും കൂടെ കഴിക്കുകയാണെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ബ്ലഡ് കൗണ്ട് നോർമൽ ലെവലിൽ എത്തിക്കാവുന്നതാണ്. അതിനായി ഏറ്റവും നല്ലൊരു ഫ്രൂട്ടാണ് പൊമഗ്രാനേറ്റ് അല്ലെങ്കിൽ മാതള നാരങ്ങ. ഇതിൽ ധാരാളമായി അയൺ, വൈറ്റമിൻ സി, വൈറ്റമിൻ കെ എന്നിവ അടങ്ങിയിരിക്കുന്നു. ഇത് രക്തത്തിലെ കൗണ്ട് വർദ്ധിപ്പിക്കാനും അതോടൊപ്പം തന്നെ നമ്മുടെ ശരീരത്തിൽ ബ്ലഡ് ലെവൽ കൂട്ടാനുമൊക്കെ വളരെ നല്ലതാണ്. അടുത്തതായി കിവി ഫ്രൂട്ട്. ഇതിൽ ധാരാളമായി വൈറ്റമിൻ ഇ, വൈറ്റമിൻ സി, വൈറ്റമിൻ കെ, പൊട്ടാസ്യം എന്നിവ അടങ്ങിയിരിക്കുന്നു. പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറയുമ്പോൾ ഉണ്ടാകുന്ന ബ്ലീഡിംഗ് റിസ്ക് ഒഴിവാക്കാനും കിവി ഫ്രൂട്ടിന് സാധിക്കും. അടുത്തതായിട്ട് ഓറഞ്ച്. ഇത് വൈറ്റമിൻ സിയുടെ ഒരു കലവറ തന്നെയാണ്. ഇതിൽ ധാരാളം അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ സി നമ്മുടെ ബ്ലഡ് കൗണ്ട് കൂട്ടുന്നതോടൊപ്പം തന്നെ ഇമ്മ്യൂണിറ്റി പവർ വർദ്ധിപ്പിക്കാനും സഹായിക്കും. പനി വന്നു കഴിയുമ്പോൾ ഉള്ള ക്ഷീണം മാറാനും നമ്മുടെ ശരീരത്തിൽ ബ്ലഡ് കൗണ്ട് കൂട്ടാനും ഇതിന് പ്രത്യേകം കഴിവുണ്ട്. അടുത്തതായി പപ്പായ. ഇതിൽ ധാരാളമായി വൈറ്റമിൻ സി, പൊട്ടാസ്യം എന്നിവ അടങ്ങിയിരിക്കുന്നു. അത് നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ വർദ്ധിപ്പിക്കുകയും അതോടൊപ്പം തന്നെ ഇൻഫെക്ഷൻ ഉണ്ടാകുന്നത് തടയുകയും ചെയ്യുന്നു. പപ്പായ ഇലയിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നതും അതോടൊപ്പം തന്നെ ജ്യൂസ് അടിച്ച് കുടിക്കുന്നതുമൊക്കെ വളരെ നല്ലതാണ്. പപ്പായ ഇലയ്ക്ക് ചെറിയ കയ്പുള്ളത് കൊണ്ട് കുട്ടികൾ അത് കഴിക്കാൻ മടി കാണിക്കും. അപ്പോൾ നമ്മൾ പപ്പായ ഇതുപോലെ ഡെയിലി ഉൾപ്പെടുത്തുകയാണെങ്കിൽ അവർക്ക് വളരെ പെട്ടെന്ന് തന്നെ കൗണ്ട് വർദ്ധിക്കുന്നതാണ്. അടുത്തതായി കരിക്ക്. കരിക്കും വെള്ളത്തിൽ ധാരാളമായി പൊട്ടാസ്യം, സോഡിയം, മഗ്നീഷ്യം, വൈറ്റമിൻ സി എന്നിവ അടങ്ങിയിരിക്കുന്നു. ഇത് കുടിക്കുന്നത് കൊണ്ട് നമുക്ക് പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കൂടുന്നതോടൊപ്പം തന്നെ നമ്മുടെ ക്ഷീണം മാറാനും സഹായിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ധാരാളം പച്ചക്കറികൾ കഴിക്കുന്നതും അതിൽ പ്രധാനമായിട്ട് ബീട്രൂട്ട്, പിന്നെ ഇലക്കറികൾ എന്നിവ കഴിക്കുന്നത് പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കൂടാൻ വളരെയധികം നല്ലതാണ്. ബ്ലഡിലെ കൗണ്ട് കുറഞ്ഞു പോയാൽ ടെൻഷൻ ആവാതെ ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് മരുന്നുകൾ കഴിക്കുന്നതോടൊപ്പം തന്നെ ഈ ഫ്രൂട്ട്സും വെജിറ്റബിൾസും കഴിച്ച് നമുക്ക് നോർമൽ ലെവലിലേക്ക് ബ്ലഡ് കൗണ്ട് എത്തിക്കാവുന്നതാണ്. അപ്പോൾ എനിക്ക് ഉപകാരപ്പെട്ട ചില ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ആണ് ഞാനിവിടെ ഷെയർ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്കും ഈ വീഡിയോ ഉപകാരപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.